ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 84 ശ്ലോകം 7, 8, 9. അപഗതവിരഹവ്യഥാസ്തദാത രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിദാത്മഗോഹമാത്മേതി ഉദയതു വസ്ഫുടമേവ ചേതസീതി സുഖരസപരിനിശ്രുതോ വിയോഗഃ കിമപി പുരാ ഭവദുദ്ധവോപദേശൈഃ സമഭവദമുതഃ പരം തു താസാം പരമസുഖൈക്യമയീ ഭവദ്വിചിന്താ മുനിവരനിവഹൈസ്തവാഥ പിത്രാ ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഃ ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി ഉരുഹസിതൈരപി യാചിതസ്തദാസൗ അപഗതവിരഹവ്യഥാഃ തദാ താഃ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിത് ആത്മക അഹം ആത്മാ ഇതി ഉദയതു വഹ സ്ഫുടം ഏവ ചേതസി ഇതി സുഖരസപരിനിശ്രുതഃ വിയോഗഃ കിം അപി പുരാ അഭവത് ഉദ്ധവ ഉപദേശൈഃ സമഭവത് അമുതഃ പരം തു താസാം പരമസുഖം ഐക്യമയീ ഭവത് വിചിന്താ മുനിവരനിവഹൈഃ തവ അഥ പിത്രാ ദുരിതശമായ ശുഭാനി പൃച്ഛമാനൈഃ ത്വയി സതി കിം ഇദം ശുഭ അന്തരൈഃ ഇതി ഉരുഹസിതൈഃ അപി യാചിതഃ തദാ അസൗ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകങ്ങളിൽ பிருந்தாவனத்திலேருந்து வந்திருக்கப்பட்ட கோபகோபிகளை பகவான் பார்த்தார் அப்படிங்கிறது சொன்னால் நீ அவளுக்கு உபதேசம் பண்ணறார். அடுத்தது ததா ரகசி தாஹா அபகத விரக வியதாஹா விதாய. இந்த அவசரத்தில் ஏகாந்தத்தில் வச்சு രഹസ്യം ഇപ്പോഴും ഉപദേശങ്ങളെല്ലാം രഹസ്യമാക്കാൻ ചെയ്യണം. இந்த ഗോപികകളോട് വിരഹദുഃഖമെല്ലാം അകറ്റി അവൾക്ക് പരമസുഖചിദാത്മകഃ അഹം ആത്മാ ഇതി ധീഹി പരമാനന്ദപ്രകാശസ്വരൂപനാன நான் ஆக்கும் சர்வ ஜீவஜாலங்களோடும் ஆத்மாவா சர்வ அந்தர்யாமியாக இருக்கப்பட்டதுங்கிற போதத்தை வஹா சேதசி ஸ்புடம் ஏவ உதயது உங்களோட மனசில் நல்ல ஸ்பஷ்டமாக உதிக்கட்டும் அப்படின்னு இது தத்துவபோதம் ததாதா அப்படிയുള്ള തത്വജ്ഞാനത്തെ അവൾക്ക് ഉപദേശിച്ചത്. അതാണ് കൃഷ്ണൻ എന്നാൽ സർവജീവജാലങ്ങളിലെയും നാനാക്കും ഇരിക്കപ്പെട്ടത് നാനിരുന്നാത്താൽ അന്ത ജീവജാലങ്ങൾക്ക് അത് മരമായിക്കട്ടും ഒരു കല്ലായിക്കട്ടും ഒരു ജീവിയായിക്കട്ടും ചലിക്കപ്പെട്ടതോ ചലിക്കാത്തതോ ആന ഏതൊരു വസ്തുവിലെയും ഉള്ളിരിക്കപ്പെട്ടത് നാനാക്കും ഇങ്ങനെ തത്വോപദേശം അവൾക്ക് ചൊല്ലിക്കൊടുക്കണം. പുരാ ഉദ്ധവോപദേശൈഃ താസാം വിയോഗഃ കിമപി സുഖരസപരിനിശ്രുതഃ അഭവത്. പിന്നാടി ഉദ്ധവർ உங்களுக்கு உபதேசம் பண்ணினார். அந்த கோபிகமாரோடு விரக துக்கம் கொஞ்சம் ஆனந்தானுபவம் கலந்ததாയി തീർന്നിരുന്നത്. அந்த உத்தவோபதேசம் கேட்டதுக்கு அப்புறம்
அமுதः பரம் தூ. ஆனால் இங்கே பகவானோடு உபதேசத்துக்கு அப்புறம் பவத்விசிந்தா பரமசுக ஐக்கியமயி சமபவது. ഭഗവാനെക്കുറിച്ചുള്ള அந்த ചിന്തை പരമാനന്ദാദ്വൈത രൂപമായി ഇങ്ങനെ മാറിത്ത്. അവന് നേരത്തെ ഇവാൾക്ക് സദാ ഭഗവാനേ തന്നെ നനച്ചിരുന്നാ. ஆனால் அந்த ഉദ്ധവർ പോയി ഉപദേശിച്ചപ്പോഴും ഇതെല്ലാം ശരിതാണ്. ஆனால் എങ്ങളോട് കൃഷ്ണനില്ലേங்கிற വിരഹവേദന தான் ഇരുന്നത്. അപ്പോൾ ഭഗവാനേ அந்த പരിപക്വമായിന് ഗോപികകളോട് ഹൃദയത്തിൽ അവനെത്ര വർഷക്കാലവും കൃഷ്ണൻ 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 എന്നവ സദാ ചൊല്ലിന്തിരുന്ന ചൊല്ലി അവളോട് ഹൃദയം പരിപക്വമാച്ച് അന്ന സമയത്തിൽ அந்த തത്വജ്ഞാനം ഭഗവാൻ നേരടിയാ ഉപദേശിച്ചതും അവൾക്ക് ദുഃഖസ്പർശമേ ഇല്ലാക്കി, തുളികുടി ദുഃഖമില്ലാക്കി സച്ചിദാനന്ദ അനുഭവം, ആത്മസാക്ഷാത്കാരം അവൾക്കിപ്പോൾ കടച്ചത്. അഥ തവ പിത്ര ദുരിതശമായ ശുഭാനി പൃച്ഛ്യമാനൈഹി. അതുക്കപ്പുറം വസുദേവർ പോയിട്ട് അംഗീകരിക്കപ്പെട്ട നാരദാദി മഹർഷിമാരിട്ട് മുനിവര നിബഹൈഹി പൃച്ഛ്യമാനൈഹി മുനിവര നിബഹൈഹി. മുനിമാരിട്ടെ എല്ലാം വ്യാസരിരുന്നാലും നാരദരിരുന്നാലും മഹർഷിമാരിട്ടെ എല്ലാം പോയി കേൾക്കാർ. ദുരിതശമായ ശുഭാനി പൃച്ഛ. ശുഭകർമ്മങ്ങൾ എന്നെല്ലാം പണിനാൽ ദുരിതങ്ങൾ ഇല്ലാതെയാകുന്നു കേട്ടോ. ദുരിതശാന്തിക്ക് വേണ്ടി എന്നെല്ലാം കർമ്മങ്ങൾ, ശുഭകർമ്മങ്ങൾ അനുഷ്ഠിക്കണം அப்படின்னு കേൾക്ക. ത്വയി സതി ശുഭാന്തരൈഹി ഇതം കിം ഇതി ഉരുഹസിതൈഹി. വാൾക്കെല്ലാം ചിരിപ്പ് വന്നതാം ഉള്ളുക്കുള്ള. ജഗതീശ്വരനാന ഭഗവാനേ ഇതായെങ്ക പുത്രനാ കടച്ചத்துக்கு அப்புறம் ഇനി എന്നെ ശുഭകർമ്മം, എന്നെ ദുരിതം മാറത്തുക്കുള്ള പ്രാർത്ഥന, ഇതൊക്കൊന്നും അർത്ഥമില്ലേ அப்படின்னு അവ നനച്ചെന്ത് ചിരിച്ച ആനാ കൂടി അപി തഥാ അസൗ യാചിതഃ. அந்த സമയത്തിൽ വസുദേവരെ കൊണ്ടൊരു യാഗം പണ്ണ വച്ച அப்படின்னு சொல்லணும். ഹരേ കൃഷ്ണ.